السلام عليكم ورحمة الله وبركاته. ഇതുപോലത്തെ ഒരു റമദാൻ 17-നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച യൗമുൽ ഫുർഖാൻ സംഭവിച്ചത്. ബദരീങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ അൻഫാൽ. ബദറിൽ പങ്കെടുത്ത ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് 5 ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഭൗതിക ശക്തിയെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ല, അവരുടെ ആൾഫലത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ല, അവരുടെ സന്നാഹങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു ഇദാ ദുക്കിറ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവർക്ക് അല്ലാഹു എന്ന് സ്മരിക്കപ്പെട്ടാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പ്രകമ്പിതരമാകും. വഇദാ തുലിയത് അലൈഹിം ആയാതു വസാദതുഹും ഈമാന. വിശുദ്ധ ഖുർആൻ ഓതിയാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. അതുപോലെ തന്നെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. അതുപോലെ അല്ലദീന യുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നമസ്കാരം നിലനിർത്തുന്നവരും അവർക്ക് അള്ളാഹു നൽകി എന്തൊക്കെ കഴിവുകളുണ്ടോ വിഭവങ്ങളുണ്ടോ അതെല്ലാം വിനിയോഗിക്കുന്നവരുമാണ്. ഈ 5 സവിശേഷതകളാണ് ബദരീങ്ങളുടെ സവിശേഷതയായി ഖുർആൻ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം പ്രകമ്പിതമാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. റബ്ബിൽ എല്ലായ്പ്പോഴും തവക്കുൽ ചെയ്യുന്ന ശീലം അവരുടെ ശീലമാണ്. അവർ നമസ്കാരം നിലനിർത്തും, അവരുടെ എല്ലാ വിഭവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് ഉലൈക മുഅ്മിനൂന ഹഖ്ഖ, യഥാർത്ഥ വിശ്വാസികൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നു. ഇപ്പൊ ബദരീങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന 5 സിഫത്തുകൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സിഫത്തുകളാണ്. ഈ സിഫത്തുകൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ധാർമ്മികവും ആത്മീയവുമായ ശക്തിയാണ്. അവരെ ഉൾക്കരുത്തിനെ കുറിച്ചുള്ള ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. താലൂത്തിന്റെയും ജാലൂത്തിന്റെയും കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. ആ സൂറത്തുൽ ബഖറയിലെ ഈ അധ്യായം, ഈ ആയത്തുകൾ അവതരിക്കുന്നത് ബദറിന്റെ തൊട്ടു മുമ്പാണ്. താലൂത്തും ജാലൂത്തുമുള്ള സംഘർഷം അവിടെ പറയുന്നത്. അവിടെയാണ് പറയുന്നത് കമ്മീൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സാബിരീൻ. എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരിചയപ്പെടുത്തിയത്. താലൂത്തിന്റെ കൂടെയുള്ള ആളുകൾ ദുർബലരാണ്, താലൂത്തിന് സന്നാഹങ്ങളില്ല. എന്നിട്ട് ആ മനുഷ്യർ ഭക്ഷണമോ അതുപോലെ തന്നെ ഭൗതിക സജ്ജീകരണങ്ങളോ ഇല്ലാതെ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് മറ്റൊരു പരീക്ഷണം അന്ന് നൽകുകയാണ്. വഴിയിൽ നിങ്ങൾ നല്ല കുടിവെള്ളം കാണും, തെളിഞ്ഞ വെള്ളം കാണും, നിങ്ങൾ ആരും അതിൽ നിന്ന് കുടിക്കാൻ പാടില്ല. അഥവാ കുടിച്ചാൽ തന്നെ ഒറ്റയിറക്ക് വെള്ളം കുടിക്കുക, അമിതമായി കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിച്ച ആളുകൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, അത് അനുസരണക്കേടാണ്. കുടിച്ച ആളുകൾക്കാണ് യുദ്ധം ചെയ്യാൻ കഴിയുക. പക്ഷെ അല്ലാഹ് പറയാ വെള്ളം കുടിച്ചവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആ പരീക്ഷണത്തിൽ അതിജീവിച്ച ആളുകൾ വളരെ കുറവാണ്. ആ വളരെ കുറവ് ആളുകള് ഈ ശത്രുവിനെ കണ്ടപ്പോൾ അവര് പറഞ്ഞതാണ് കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അപ്പോൾ എന്തുകൊണ്ടാണ് താലൂത്ത് ജാലൂത്ത് സംഭവം? വഖതല ദാവൂദ് ജാലൂത വഅതാഹു അല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദാവൂദ് ജാലൂത്തിനെ കൊന്നു എന്ന് പറയുന്ന സംഘർഷം ബദറിന്റെ തൊട്ടു മുമ്പ് അല്ലാഹ് അവതരിപ്പിച്ച ആയത്തുകളിൽപ്പെട്ടതാണ്. ഈ ചരിത്ര സന്ദർഭം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്.
ഇതുപോലെ ഒരു സംഘർഷം താങ്കളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോവാണ്. ആ വരാൻ പോകുന്ന സംഘർഷത്തിന് ഏറെക്കുറെ സമാനമായ സംഭവമാണ് താലൂത്ത് ജാലൂത്ത് സംഭവമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചക അനുയായികളെ പഠിപ്പിക്കുകയാണ്. അതിന് തൊട്ട് ശേഷമാണ് ബദർ സംഭവിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ബദർ സംഭവിക്കുന്നത്. ആ ബദറിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ എല്ലാ ചരിത്രപരമായ പ്രാധാന്യങ്ങളും മറ്റുമെല്ലാം ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യർ ഭക്ഷണമില്ലാത്ത ആളുകളാണ്. നോമ്പ് തുറക്കാൻ അവരുടെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, പട്ടിണി കിടന്നവരായിരുന്നു. ഹദറത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് പല ആളുകളെയും ഞാൻ ചുമന്നു കൊണ്ടുപോയി എന്നാണ്. കാരണം കുഴഞ്ഞു വീണ മനുഷ്യർ. അങ്ങനെ പല ആളുകളെയും സഹായിച്ച് പരസഹായത്തോടു കൂടി ബദറിലെത്തിച്ച ഒരു ചരിത്രം നമുക്കറിയാം. ഇപ്പൊ വിശപ്പ്, അതുപോലെ തന്നെ പട്ടിണി, ആയുധങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ ആൾഫലം വളരെ കുറവ്, ഇങ്ങനെ ഭൗതിക സന്നാഹങ്ങളുടെ കുറവ് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കുറവും ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ വരെ കുറഞ്ഞ ഒരു ജനതയും മറുഭാഗത്ത് നിങ്ങൾക്കറിയാം അബൂജഹലാണ്. അബൂജഹൽ നേതൃത്വം നൽകുന്ന വലിയൊരു സംഘമാണ്. ആ സംഘം പറയുന്നത് 3 നാൾ മതി ഞങ്ങൾക്ക് മുഹമ്മദിനെ നശിപ്പിക്കാൻ, തുടച്ചു നീക്കാൻ. ലോകം പിന്നീട് ഞങ്ങളെ കുറിച്ച് പറയും, അറബികൾ ഞങ്ങളെ കുറിച്ച് ചൊല്ലു പറയും. അബൂജഹലും കൂട്ടരും അന്ന് ഖുറൈശികള് മുഹമ്മദിനെ തുടച്ചു നീക്കിയതുപോലെ എന്ന് പഴഞ്ചൊല്ല് അറബിയിൽ രൂപപ്പെടുമെന്നാണ് അബൂജഹൽ അതിനെ കുറിച്ച് പറയുന്നത്. 3 നാളുകളെ കൊണ്ട് ഞങ്ങൾ മുഹമ്മദിന്റെ കഥ കഴിക്കും, മുഹമ്മദിന്റെ ആദർശത്തെ തരിപ്പണമാക്കും, മുഹമ്മദ് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ ഞങ്ങൾ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും എന്ന ആർമാദത്തിന്റെ ആർപ്പുവിളികളുമായിട്ടാണ് അബൂജഹൽ ഒരു ഭാഗത്ത് പുറപ്പെടുന്നത്. അവിടെയും അള്ളാഹുവിനോട് തന്നെയാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തൂഫാൻ അൽ അഖ്സായ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം ഈ അർമാദമാണ് അവിടേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ പറഞ്ഞത്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഗസയെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും, ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾ പിടികൂടും, അങ്ങനെ ഞങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അതിജയിച്ച ഒരു ജനതയായി തീരും, അതിന് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസം മതി. അബൂജഹൽ പറഞ്ഞത് 3 നാളാണെങ്കിൽ അതിലും കുറച്ചധികം ദിവസം, അതിലും കുറച്ച് ദിവസം കൂടിയാൽ അത്ര മതി ഞങ്ങൾക്ക് ഗസയെ നശിപ്പിക്കാനെന്ന് വീമ്പ് പറഞ്ഞ് നെതന്യാഹു ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഖതീബാണ് മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് വ്യൂവേഴ്സ്. അദ്ദേഹത്തിന്റെ ഖുതുബയുടെ വ്യൂവേഴ്സ് യഥാർത്ഥത്തിൽ അറബിലെ ഖുതുബക്ക് പോലും ഇല്ല. കാരണം അറബിലെ ഖുതുബയിൽ എന്താണ് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മഹ്മൂദ് അൽ ഹസനാത്ത് ഗസാവിയാണ്, ഗസക്കാരനാണ്. ഗസയിലെ ഓരോ സംഭവങ്ങളും മറ്റാരെക്കാളും നേരിട്ട് വെളിപ്പെടുത്താനും അത് വിവരിക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ഖുതുബകൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. എന്താണ് ഗസ എന്ന് പറയും. അപ്പൊ എന്താണ് ബദറിലേക്ക് പുറപ്പെട്ട പ്രവാചകനും അനുയായികളുടെയും ഗുണങ്ങളും സവിശേഷതകളും എന്ന് ഗസയിലെ മനുഷ്യരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ അതേപടി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഭക്ഷണത്തിന്റെ കുറവ് അവിടെ അനുഭവപ്പെടുകയാണ്. അവര് മണ്ണും കുഴച്ചു ഭക്ഷിക്കുകയാണ്, കാലിത്തീറ്റ ഭക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ അധിക സ്ത്രീകളും തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. കാരണം വെള്ളമില്ലാതെ 170 ദിവസം ഒരു ജനത വസിച്ചു കഴിഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ തലമുടി പരിപാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ തലമുടി മുണ്ടനം ചെയ്തിരിക്കുകയാണ്. ചില ആളുകൾ ചെറുപ്പക്കാരുടെ മുതുകോ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ചെരിഞ്ഞു നിൽക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? തണല് കുഴിച്ചതിന്റെ കാരണമാണ്. തണല് വർഷങ്ങളായി കുഴിച്ചത് കാരണം ശരീരത്തിന്റെ പല ഭാഗങ്ങളും നിവർത്താൻ ശേഷിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ റമദാനിന്റെ 3 മാസം മുമ്പ് നോമ്പാരംഭിച്ച ഭൂമിയിലെ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ചെറുപ്പക്കാർക്ക് റേഷനായി കിട്ടുന്ന ചെറിയ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർ കൊടുക്കും, അതുപോലെ വൃദ്ധന്മാർക്ക് കൊടുക്കും. ചെറുപ്പക്കാർ നോമ്പനുഷ്ഠിച്ച് ശീലിച്ചു തുടങ്ങി. മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് റമദാൻ എന്ന് പറയുന്നത് നേരത്തെ ആരംഭിച്ച നോമ്പാണ്. ഇനി നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും വിഭവം അവർക്ക് കിട്ടുമോ? അതും അവർക്ക് പ്രതീക്ഷയില്ല. നമുക്കറിയാവുന്നതാണ്, അവരൊരു ഉള്ളി, ഒരു തക്കാളി, അല്ലെങ്കിൽ 2-3 ഒലീവ് കായകൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ശരാശരി നോമ്പ് തുറക്ക ഒരു ഫലസ്തീനിയുടെ വിഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഭവങ്ങൾ മാത്രമുള്ള ഒരു ജനത, ഭൗതിക സന്നാഹങ്ങളുടെ ഭാഗം നിങ്ങൾക്കറിയാം. ഭക്ഷണത്തിന് വേണ്ടി കടലിലേക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണങ്ങൾ കടലിലേക്ക് അവർ ഇട്ടുകൊടുക്കുകയാണ്. അത് നീന്തി പിടിക്കാൻ പോകുമ്പോഴാണ് 10-20 ആൾ മുങ്ങി മരിച്ചത്, നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പെട്ടി താഴെയും തലക്കും വീണ് അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മണ്ണിലേക്ക് പോയ മണ്ണിലേക്ക് പോയ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മണ്ണും കുഴച്ച് ഭക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ചെറിയ കുട്ടികൾ
അവർ ഇന്നലെ പറയുന്നതാണ്, ഞങ്ങൾക്ക് പെരുന്നാൾ വരികയാണ്, പെരുന്നാളിന് സാധാരണ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്, ഈ പെരുന്നാളിന് ഉമ്മയില്ല. ഉപ്പ ഞങ്ങൾക്ക് പുത്തനുടുപ്പ് വാങ്ങി തരാറുണ്ട്, ഈ പെരുന്നാളിന് ഉപ്പയില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ കളി തമാശകളിൽ പങ്കുകൊള്ളുന്ന സഹോദര സഹോദരിമാരുണ്ട്, അവരും എനിക്കില്ല. ഈ പെരുന്നാൾ എനിക്ക് തികച്ചും അനാഥമായ ഒരു പെരുന്നാളാണ്. പക്ഷെ ആ കുട്ടി പറയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും, നിനക്കാണ് എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്ന ചെറിയ കുട്ടിയാണ്. മറിയം എന്ന് പറയുന്ന ചെറിയ 7 വയസ്സുകാരിയായ ഗസക്കാരിയായ കുട്ടിയോട് അൽ ജസീറയുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഈ ദുഃഖവും ഭയപ്പാടും ബേജാറും മറക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ കുട്ടി നിസ്സംശയം പറയുകയാണ്, ഞങ്ങളുടെ ബേജാറും ഞങ്ങളുടെ പ്രയാസവും മറക്കാൻ 6 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കുമെന്നാണ്. 6 ദിവസത്തിൽ ഖുർആൻ ഖത്തം ചെയ്യുന്ന ആളുകൾ, പ്രിയപ്പെട്ട ആളുകളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗസ നമ്മുടെ മുന്നിൽ ലൈവായി നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ന്യായവും വിലപ്പോവില്ല എന്ന് നമ്മൾ മനസ്സിലാവേണ്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഹിഫ്ള് ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയില്ല? എന്തുകൊണ്ട് ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചാൽ നേരമില്ല, സമയമില്ല, തിരക്കാണ് എന്നൊന്നും പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് തലക്ക് മീത് അപ്പാശയും എഫ്തിനാറുമുള്ള അതിർത്തികൾ മുഴുവൻ ബന്ധിതമായ, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നേരച്ചൊവ്വ ലഭ്യമില്ലാത്ത ഒരു ജനതക്ക് 6 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കാൻ കഴിയുമ്പോ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ന്യായവും റബ്ബിന്റെ മുന്നിൽ വിലപ്പോവില്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഗസ എന്ന് പറയുന്നത്, നിങ്ങൾ അറിയുക, 170 ദിവസം എന്ന് പറയുന്നത് അയ്യാമുൽ ഫുർഖാനാണ്. എന്നാൽ സത്യവും അസത്യവും തമ്മിൽ മുഖാമുഖം ഓരോ മിനിറ്റിലും മുഖാമുഖം നിന്ന ദിവസങ്ങളാണ് ഗസയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അയ്യാമുൽ ഫുർഖാൻ എന്ന് പറയുന്നത് ദുർബലനും അതുപോലെ തന്നെ ശക്തനും തമ്മിലുള്ള അടിസ്ഥാനപരമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ എല്ലാ ഗുണവിശേഷങ്ങളും നമ്മൾ ഗസയിൽ കാണാൻ കഴിയുക. അനസ്തേഷ്യ എന്ന് പറയുന്ന അനസ്തേഷ്യ നമുക്കറിയാം ഗസയിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. ഏകദേശം 42 ഹോസ്പിറ്റലുകൾ ഭാഗികമായ മുഴുവനായോ ഗസയിൽ തകർക്കപ്പെട്ടു. 90-ിലധികം UN ഉദ്യോഗസ്ഥന്മാർ, വളണ്ടിയർമാർ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ 40-ലധികം റെപ്യൂട്ടഡ് ആയ പത്രപ്രവർത്തകർ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വീടുകൾ, ബിൽഡിങ്ങുകളെല്ലാം തച്ചു തകർത്തു. അവർ കഴിഞ്ഞ വർഷങ്ങളിൽ തറാവീഹ് നമസ്കരിച്ചിരുന്ന ശ്രുതി മധുരമായ ഖിറാഅത്തുകൾ കൊണ്ട് മുഖരിതമായ പള്ളിയുടെ മിഹ്റാബുകളും മിനാരങ്ങളുമെല്ലാം തച്ചു തകർത്ത് തരിപ്പണമാക്കി. മഹാനായ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഗസ വഴിയാണ് ഖുദ്സിലേക്ക് വന്നത്. ഗസയിലാണ് അദ്ദേഹം വിശ്രമിച്ചിരുന്നത്. അദ്ദേഹം അബൂ ഉബൈദയുടെ ക്ഷണം സ്വീകരിച്ച് അതുപോലെ ഖുദ്സിന്റെ താക്കോല് വാങ്ങാൻ വന്നത് വിശുദ്ധ റമദാനിന്റെ 17ാമത്തെ ദിവസമായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലേക്ക് ഖുദ്സിന്റെ താക്കോൽ വന്ന ദിവസം കൂടിയാണ് റമദാൻ 17 എന്ന് പറയുന്നത്. ആ ദിവസം ഗസയിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി മസ്ജിദുൽ ഉമർ ഖത്താബ്, അതും ഏകദേശം ഭാഗികമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. ചരിത്രപ്രധാനമായ പള്ളികൾ, ചർച്ചുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകൾ, ക്യൂ നിൽക്കുന്ന ഭക്ഷണത്തിന്റെ ക്യൂവിലേക്കാണ് ഇസ്രായേൽ മിസൈൽ പായിച്ചു കൊണ്ടിരിക്കുന്നത്. തീർത്തും ദുർബലരായ ഒരു ജനത, പക്ഷേ വിശ്വാസം കൊണ്ട് റിച്ചായ ഒരു ജനത, വിശ്വാസം കൊണ്ട് ധനികരായ ഒരു മനുഷ്യർ. അവർ ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് അവരുടെ ഇച്ഛാശക്തിയാണ്, വിശ്വാസമാണ്, നിശ്ചയദാർഢ്യമാണ്. ലോകം അവരുടെ നിശ്ചയദാർഢ്യം കണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ വരുന്നു. നിങ്ങൾ ഖുർആൻ ബുക്ക് ക്ലബ് എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പുകൾ ലോകത്ത് രൂപപ്പെട്ടു. ഖുർആനിനെ പഠിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനെ പഠിക്കാൻ അവരെ പ്രചോദിപ്പിച്ച കാരണം നമുക്കറിയാം, ഗസയുടെ നിശ്ചയദാർഢ്യമാണ്. അങ്ങനെ ഖുർആനിനെ അവർ പഠിച്ചു. 30 മില്യൺ ആളുകളാണ് ഖുർആൻ പഠിക്കാൻ ജോയിൻ ചെയ്തത്. 3 കോടി മനുഷ്യർ ഖുർആൻ പഠിക്കണമെങ്കിൽ നമ്മൾ എത്ര ഖുർആൻ സമ്മേളനങ്ങൾ നടത്തണം? പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. ഇത് ആരംഭിച്ചവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ശരാശരി ഒരു ദിവസം 80 പേരാണ് ഇസ്ലാമിലേക്ക് വരാറുള്ളത്. തൂഫാനുൽ അഖ്സക്ക് ശേഷം അത് 400ആയി തീരുകയാണ്. 5 ഇരട്ടി വർധനവാണ് ഉണ്ടാകുന്നത്. ഈ 5 ഇരട്ടി വർധനവുണ്ടായത് എന്തുകൊണ്ടാണ്? ഈ മനുഷ്യരുടെ നിശ്ചയദാർഢ്യം ലോകം ഏറ്റുപിടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖാലു അൽ ഹമാസ് ഇർഹാബിയ്യ, അവർ പറയുന്നു ഹമാസ് ഭീകരവാദികളാണ്. പടിഞ്ഞാറ് പറയാൻ ഹമാസ് ഭീകരവാദികളാണ്. കുല്ലുൽ ആലം ഹംസാവിയ്യ, പക്ഷേ ലോകം മുഴുവൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും ഹമാസാണ്. കുല്ലുൻ നാസ് ഖസാമിയ്യ, ലോകത്തെ മുഴുവൻ ജനങ്ങളും ഖസാം ബ്രിഗേഡിയറാണ്. കുല്ലുൽ ഉമൂർ സമാവിയ്യ,
അറാബിയ, ലോകത്തെ എല്ലാ കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കുന്നത് അമേരിക്ക ഇസ്രായേലോ അല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇസ്സത്ത്, പ്രതാപം എന്ന് പറയുന്നത് അല്ലാഹുവും റസൂലിനും വിശ്വാസികൾക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ആ തീർപ്പിന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, അവർ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് ബദറിനെ കുറിച്ച് വിശേഷിപ്പിച്ചല്ലോ, അവരുടെ ഹൃദയം പ്രകമ്പിതമാകുമെന്നാണ്. അവരുടെ ഈ ആയത്തുകൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർ കോതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുമെന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആ ജനതയുടെ ബന്ധം മഹ്മൂദുൽ ഹസനാത്ത് രേഖപ്പെടുത്തുന്നത്, ഭൂമിക്ക് മുകളിൽ 75% മനുഷ്യരെ നിങ്ങൾ എടുത്താൽ ഖുർആൻ ഭാഗികമായോ മുഴുവനായോ മനഃപ്പാഠമാക്കിയ ഒറ്റ പ്രദേശമാണ് ഭൂമിക്ക് മുകളിലുള്ളൂ. അതാണ് ഗസ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വെടിനിർത്തലുണ്ടായി. കഴിഞ്ഞ മാസങ്ങളിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ആ വെടിനിർത്തൽ ഘട്ടത്തിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സന്നദ്ധമായപ്പോൾ നമുക്കറിയാം, ആ സമയത്ത് അവർ സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിപാടി, ഗസക്കാർ അവർ ആഘോഷമായി സംഘടിപ്പിച്ച പരിപാടി ഹാഫിദുകളുടെ സംഗമമാണ്. ഈ ഹാഫിദുകളുടെ സംഗമത്തിൽ അന്ന് മസ്ജിദുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിയുടെ പേരിൽ അവരുടെ മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദ്, കാരണം ഇമാം ഷാഫി ജനിച്ച പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. ആ പള്ളിയിൽ അവർ ഹാഫിദുകളുടെ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിൽ 581 ഹാഫിദുകളാണ് യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആഹ്ലാദം രേഖപ്പെടുത്തി അവരുടെ അവരുടെ ഖുർആൻ മനഃപ്പാഠമാക്കിയതിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങിയത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനോട് ജനതയുടെ സ്നേഹമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അബ്ദുൽ അസീസ് സൂഫി എന്ന് പറയുന്ന പ്രഗത്ഭനായ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹമീദ് സൂഫിയും പ്രശസ്തനായ കാരിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആള്. ആ മനുഷ്യ അബ്ദുൽ അസീസ് സൂഫി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖത്തറിലെ വസതിയിലേക്ക് പിതാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി 2 അതിഥികൾ വരികയാണ്. ഒന്ന് ഖാലിദ് മുഷലാൻ, മറ്റൊന്ന് ഇസ്മായിൽ ഹനിയാൻ. രണ്ടുപേരും വന്നപ്പോ ഈ പിതാവ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ആലിംഗനം ചെയ്യുകയാണ്. ഈ 2 അതിഥികളെ ആലിംഗനം ചെയ്യുന്നു, തുരുതുര ചുംബിക്കുന്നു, ഗസക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ ആ ഗസയുടെ വിശേഷങ്ങൾ തുരുതുര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകൻ മരിച്ച വിവരം ഈ പിതാവ് മറക്കുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് വന്ന ആ മനുഷ്യൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖാലിദ് മുഷൽ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ബേജാറാവേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വിജ്ഞാനവും ഞങ്ങൾക്ക് അനുഭവജ്ഞാനമുള്ള വിജ്ഞാനവുമാണ്. മഹാനായ ഖദിർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാചകമാണ്, മൂസ, ഞാൻ ചെയ്യുന്ന കാര്യം നിനക്ക് പരിജ്ഞാനമില്ല, അതുകൊണ്ട് നീ ചോദിച്ചുകൊണ്ടിരിക്കും, ബേജാറാകും. ഇന്നക ലം തസ്തതിയ മഅയ സബ്റ.
അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ അനുഭവ പരിജ്ഞാനമുള്ള ഞങ്ങൾ വർഷങ്ങളായി ഇതിന് പര്യാപ്തരാണ്. ഇതിന് വർഷങ്ങളായി ഞങ്ങൾ തയ്യാറെടുക്കുന്നതാണ്. ഇന്നും നിലയും തുടങ്ങിയ യുദ്ധമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോകത്തിന് അത്ഭുതമാണ്. നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് ബേജാറുണ്ടാവും. ഇന്നക്കെല്ലാം തസ്തത്തിയ മഴയ സബറ, നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് അനുഭവ പരിജ്ഞാനമാണ്. ഞങ്ങൾക്ക് അക്കാഡമിക്സ് ആയ ഒരു വിവരമല്ല. ഞങ്ങൾക്കിത് പഠിച്ച് മനസ്സിലാക്കിയതോ വായിച്ച് മനസ്സിലാക്കിയതോ അല്ല. ഞങ്ങൾ ലോകത്ത് അനുഭവിച്ച് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ജനതയുടെ ബദറിലെ ബദരീങ്ങളുടെ ഗുണം എന്താണ് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആർപ്പുവിളികളില്ല, ആർമാദങ്ങളില്ല. അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി അവർ നിൽക്കുകയാണ്. ഒരു നേതാവ് മധ്യത്തിൽ നിൽക്കുന്നു, ചുറ്റും അനുയായികൾ നിൽക്കുന്നു. അങ്ങനെ അനുയായികളെല്ലാം ആ നേതാവിന്റെ ഓരോ വാക്കും ചെവികൂർപ്പിച്ച് കേൾക്കുന്നു. ആ മനുഷ്യൻ ആ നേതാവിന്റെ വാക്കുകളെ അക്ഷരം പ്രതി അവർ അംഗീകരിക്കുന്നു. മറുഭാഗത്ത് കോലാഹലങ്ങളാണ്, നൃത്തങ്ങളാണ്, മദ്യ കച്ചേരികളാണ്, സംഗീത കച്ചേരികളാണ്. എല്ലാ അർത്ഥത്തിലും ശബ്ദമഹമാണ്. യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. യുദ്ധത്തിന്റെ ഒരു അടയാളവും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ വേസ്റ്റും പൊറുക്കിയിട്ടാണ് ബദരീങ്ങൾ സ്ഥലം വിട്ടത്. അവിടെ യുദ്ധം നടന്ന ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് സംഘടിച്ചാല് ആ സംഘടിച്ച സ്ഥലത്ത് അവർ സംഘടിച്ചു എന്ന് തോന്നാത്ത രീതിയിൽ അത് പരിപാലിക്കണം. അത് ബദറിന്റെ ഗുണപാഠമാണ്. വേസ്റ്റുകൾ ഉണ്ടാവില്ല, വാട്ടർ ബോട്ടിൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകും. കാരണം ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ഗുണങ്ങൾ അതാണ്. അപ്പൊ ബദരീങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഗുണഗണങ്ങൾ ഈ മനുഷ്യർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണത് കാണുന്നത്? നിങ്ങൾ 10-200 ആളുകൾ ഭക്ഷണം വാങ്ങുന്ന സമയത്ത് 201ാമത്തെ ആൾക്ക് ഭക്ഷണം തീരുകയാണ്. ആ തീരുന്ന കുട്ടി 6 വയസ്സായ കുട്ടിയാണ്, 5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി ഭക്ഷണം ചോദിക്കുന്ന ഭക്ഷണം പിന്നീട് അടുത്തുള്ള ആളുടെ കയ്യിലെ ഭക്ഷണം തട്ടിപ്പറിക്കുകയില്ല, അവനോട് ആവർത്തിച്ച് ചോദിക്കുകയില്ല, അവന്റെ ഭക്ഷണത്തെ ആർത്തിയോടുകൂടി അന്വേഷിക്കുകയില്ല. കാരണം എനിക്ക് കിട്ടാനുള്ള വിധിയില്ല എന്ന് സമാധാനിക്കാൻ, അതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 6 വയസ്സായ കുട്ടിയും അതിന് നേതൃത്വം നൽകുന്ന യഹ്യ സിൻവാറും ഒരുപോലെ ഔന്നിത്യം പ്രകടിപ്പിക്കുന്ന പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഖാലിദ് മിശ്അൽ പറയുന്നത്, ഞങ്ങൾക്ക് ഈ 6 വയസ്സായ കുട്ടി പ്രകടിപ്പിക്കുന്ന ഔന്നിത്യമുണ്ടല്ലോ, ഔചിത്യമുണ്ടല്ലോ, ഈ ഔചിത്യമാണ് മാലം തൊഹിദ് ബിഹി കുബറ, നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്ത വിജ്ഞാനം. അതുകൊണ്ട് ഞങ്ങൾ പോരാടുന്ന എന്തിനാണ്? അല ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ അല ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അല്ലാഹുവിന്റെ എല്ലാ ഗിഫ്റ്റിനും നല്ല വില കൊടുക്കണം. ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട ഗിഫ്റ്റ് സ്വർഗമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വില കൊടുത്താൽ മാത്രം കിട്ടുന്ന ഗിഫ്റ്റാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വില കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വില കൊടുക്കാൻ തയ്യാറായതിന്റെ ലക്ഷണമാണ് 10-32,000 ആളുകളുടെ രക്തസാക്ഷിത്വം. അതിലുപരി പരിക്കു പറ്റിയ ജനത, എല്ലാ വീടുകളിലും പരിക്കു പറ്റിയവർ, ഏതെങ്കിലും അവയവം മുറിഞ്ഞു പോയവർ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ പരിക്കു പറ്റാത്ത ഒരു വീടും അവിടെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. പൂർണ്ണമായും വീടുകൾ നശിപ്പിക്കപ്പെട്ടത്, അതുപോലെ തന്നെ പള്ളികൾ തകർക്കപ്പെട്ടത്. എന്നാൽ പള്ളി തകർക്കപ്പെട്ടു എന്ന് കരുതി ഒരു തറാവി അവിടെ മുടങ്ങുന്നില്ല, നമസ്കാരം അവിടെ മുടങ്ങുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ 3-4 മാസമായി ഖുദ്സിലേക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ചിരിക്കുക. ജുമാ മുടങ്ങി 6-7 ആഴ്ചകൾ ജുമാ മുടങ്ങിയ ഖുദ്സിൽ നമ്മൾ കണ്ടു. മസ്ജിദുൽ അഖ്സയിൽ ജുമയില്ലാത്ത വെള്ളിയാഴ്ചകൾ, ആഴ്ചകൾ കഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഖുദ്സ് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഇസ്രായേൽ നിബന്ധന വെച്ചു, 50 വയസ്സിന് ശേഷമുള്ള 50 വയസ്സിൽ അധികമുള്ള ആളുകൾ, താഴെയുള്ള ആളുകൾക്ക് പ്രവേശനമില്ല. അങ്ങനെ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം പ്രവേശനം നൽകുകയാണ്. ആ ജുമാക്ക് പങ്കെടുത്ത ആളുകൾ 88,000 ആളുകളാണ്. 88,000 ആളുകളിൽ പകുതിയിലധികം സ്ത്രീകളാണ്. ആ ജുമാക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭവിഷ്യത്തുകളും പ്രത്യാഘാതങ്ങളും ഏറ്റുവാങ്ങാൻ തുനിഞ്ഞുകൊണ്ടാണ്. തകർക്കപ്പെട്ട പള്ളിയുടെ മുകളിൽ, മിഹ്റാബിന്റെയും മിനാരങ്ങളുടെയും മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ മുസല്ല വിരിച്ചും പായ വിരിച്ചും വിശുദ്ധമായ റമദാനിനെ ആഘോഷിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ചെയ്യുന്ന ഗസക്കാരനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു വസാദത്തുഹും ഈമാന എന്ന് വിശുദ്ധ ഖുർആൻ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ സിഫത്തുകളും ഈ മനുഷ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഖാലിദ് മിശ്അൽ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ വില കൊടുത്തു വാങ്ങാൻ തീരുമാനിച്ച സ്വർഗം എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവിടെയുള്ള ജനതയുടെ ഓരോ മനുഷ്യരുടെയും സ്വഭാവവിശേഷങ്ങൾ എടുത്തു നോക്കിയാൽ ബദറിനോട് അസാമാന്യമായ സാമ്യം നിങ്ങൾക്ക് പുലർത്തുന്നത് കാണാൻ കഴിയും. യൗമുൽ ഫുർഖാനിന്റെ അതേ പോരാട്ടത്തിന്റെ ദിവസമാണ്. ബദറും തൂഫാനും ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും അസത്യത്തിനെതിരെയും സന്ധിയില്ലാത്ത കലഹത്തിനു വേണ്ടി നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ. ബദറിന്റെ ഏറ്റവും പ്രധാനം ഒരു സംഘടന
സംഘടിത മുന്നണിയാണ്. ആകാശലോകവും ഭൂമിയും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, മലക്കുകളും പ്രവാചകനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, വിശ്വാസികളും പങ്കെടുത്തിട്ടുണ്ട്. ഈ 5 മുന്നണികൾ അലയൻസ് ആണ് ബദർ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ ബദർ സംഭവിക്കില്ല. അതുകൊണ്ട് ബദർ സംഭവിക്കണമെങ്കിൽ അല്ലാഹ് വരണം, മലക്കുകൾ വരണം, ആകാശവും ഭൂമിയും അസാമാന്യമായ ഇടയെടുപ്പം പുലർത്തണം. അങ്ങനെയാണ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലരായ സമയത്ത്, ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സമയത്ത്, തളർന്നുപോയ സമയത്ത്, യുദ്ധം തുടങ്ങുമ്പോൾ പർവ്വത സമാനമായ വിശ്വാസത്തിനുടമകളായി ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശോഭയുള്ള ചന്ദ്രന് അറബിയിൽ പറയുന്ന പേരാണ്. ഈ സമുദായത്തിന്റെ ശോഭയുള്ള ചന്ദ്രന്മാർ ഹിലാലാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകത ഹുമുൽ ജിബാൽ എന്നതാണ്, പർവ്വത സമാനമായ വിശ്വാസത്തിന്റെ ഉടമകളാണ്. ഗസയിലെ മനുഷ്യരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ദുർബലരാണവർ. ഭക്ഷണമില്ല, വെള്ളമില്ല. ശരാശരി ഒരു ഗസയിലെ കുടുംബത്തിന് ഒരു ദിവസം ലഭിക്കുന്ന വെള്ളം 1 ലിറ്റർ വെള്ളമാണ്. ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ഒരാഴ്ചയിലെ റേഷൻ വെള്ളം എന്ന് പറയുന്നത് 5 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്റർ വെള്ളം കൊണ്ട് ഒരാഴ്ച ഒരു കുടുംബം എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. എന്നിട്ടും ഹുമുൽ ജിബാൽ, പർവ്വത സമാനമായ വിശ്വാസത്തിന് ഉടമകളാണ്. തങ്ങളുടെ ബന്ദികൾ എവിടെയാണെന്ന് ഇതേവരെ ഇസ്രായേൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. മരണമില്ലാത്ത പ്രേതമെന്ന് ഇസ്രായേൽ ഉറക്കെ വിളിച്ച് അലറി വിളിക്കുന്ന ഹിയാസിൻബാറിനെ പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ വേറെ 10 പേരിൽ ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അബൂ ഉബൈദ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ 6 ലക്ഷം ആളുകളാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ കൈവിടുകയാണ്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രായേലിന് ആയുധം നൽകിയ മുഴുവൻ രാജ്യങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇസ്രായേലിലെ മന്ത്രിമാർ കൂട്ടം കൂട്ടമായി രാജിവെക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലേക്കും പൗരന്മാർ മാർച്ച് നടത്തുകയാണ്. സ്വന്തം നാട്ടിൽ സെക്യൂരിറ്റി ഇല്ലാതെ മന്ത്രിമാരായി തീരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇരട്ടി സുരക്ഷ ഒരുക്കേണ്ടി വരികയാണ്. എന്നു ചോദിച്ചാൽ സ്വന്തം രാജ്യത്തും നിർഭയത്വമില്ലാതെ ഇനി യുദ്ധം നിർത്തിയാലും പരാജയപ്പെടും, വെടിനിർത്തൽ സമ്മതിച്ചാലും പരാജയപ്പെടും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുരുക്കിലേർപ്പെട്ടിരിക്കുകയാണ്. പിൻവാങ്ങാൻ കഴിയാത്ത കുരുക്കിലേക്ക്. മറുഭാഗത്ത് ഒരു വൻ പർവ്വതങ്ങളെയാണ് ഏറ്റുമുട്ടുന്നത്. ഏത് പർവ്വതങ്ങളാണ്? വലിയ ആണവശക്തിയുടെ പർവ്വതങ്ങളല്ല, ഹുമുൽ ജിബാൽ, ആദർശത്തിന്റെ പർവ്വതങ്ങളാണ്. അബൂ ഉബൈദയെ പോലെ, ഉമർ അൽ ഖത്താബിനെ പോലെ, അലി ഇബ്നു അബീ താലിബിനെ പോലെ, സുബൈർ ഇബ്നു അവ്വാബിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം മകന്റെ മുന്നിൽ ഒരു പർവ്വത സമാനമായി ഉറച്ചു നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അബൂബക്കറെ, താങ്കൾ ഈ സ്ഥലത്തേക്ക് വന്നു നിൽക്കൂ, നിങ്ങളുടെ മകനാണ് മുന്നിൽ എന്ന് പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾ അനുമതി തരികയാണെങ്കിൽ എന്റെ മകനോടല്ലാതെ പിന്നീട് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യുക? അബൂ ഉബൈദയോട് റസൂൽ പറയാം, താങ്കളുടെ പിതാവാണ് മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അബൂ ഉബൈദ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കൂ. അബൂ ഉബൈദ പറയുന്നത്, എന്റെ പിതാവിനോടല്ലാതെ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യുക? അങ്ങനെ പിതാവിനെ വധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് രക്തം പുരണ്ട വാളുമായി അബൂ ഉബൈദ വരുമ്പോ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, റസൂൽ സലാം അടക്കണില്ല. വാളിൽ പുരണ്ട രക്തം സ്വന്തം പിതാവിന്റെ രക്തമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ്, തിരിഞ്ഞു നിൽക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്താണ് ആകാശം ഇടപെടുന്നത്. ആകാശം ഇത്രമേൽ ഭൂമിയിൽ ഇടപെട്ട ഒരു സന്ദർഭം ഭൂലോകത്തുണ്ടായിട്ടില്ല. ബദറിനെ പോലെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറയുന്നത്, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അവർ അല്ലാഹുവിന്റെ കക്ഷിയാണ്. അബൂ ഉബൈദ ചെയ്തതാണ് ശരി. ആദർശ സമാനമായ പർവ്വതങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ആദർശത്തിന്റെ ന്യൂനതകളും അധാർമികതയുടെ കൊത്തളങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ നിഗളിച്ചു നിൽക്കുന്നു. ഇത് രണ്ടുമുള്ള മുഖാമുഖമുള്ള സംഘർഷത്തിൽ ലോക ചരിത്രം സാക്ഷി. ബദർ എല്ലാ കാലത്തും ആവർത്തിക്കുന്നതാണ്. യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ചരിത്ര സന്ദർഭങ്ങളിലും ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ബദറിനെ പരിചയപ്പെടുത്തുമ്പോൾ യുദ്ധചരിത്രം പറയുന്നതിന് മുമ്പ് ഈ 5 ഗുണങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത്. ധാർമ്മികമായ ശക്തി ഒരു ജനതയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ്. നമസ്കാരം അവരുടെ ധാർമ്മികമായ ഊർജ്ജമാണ്. ഇത് ലഭ്യമാകാതെ ബദറിന്റെ രണാങ്കണത്തിൽ ആകാശവും ഭൂമിയും സമന്വയിക്കുകയില്ല. മലക്കുകളും അള്ളയും മുഅ്മിനുകളും പ്രവാചകനും അതുപോലെ തന്നെ ഒരിക്കലും സമന്വയിക്കുകയില്ല. അങ്ങനെ ഈ 5 ഘടകകക്ഷികൾ അലയൻസായ ഘടകകക്ഷികളായി ചേർന്ന വലിയൊരു പോരാട്ടമാണ് ബദർ
തുടർന്ന് പറയുന്നത്, അങ്ങനെ ഏത് സന്ദർഭത്തിൽ എവിടെയൊക്കെയോ ഈ മുന്നണികൾ ഉണ്ടായിട്ടുണ്ടോ, ആ മുന്നണികൾ എവിടെയൊക്കെ സമാസമം ചേർന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ വലിയ വിജയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവിടെ ഗസയിൽ തൂഫാൻ ലക്സയ്ക്ക് ശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവി പറയുന്നത് ഞങ്ങൾ പ്രേതങ്ങളെയാണ് നേരിടുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാണ് ഞങ്ങൾ മർക്കാവ ടാങ്കുകൾ തകരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. 268 ടാങ്കുകളാണ് ഇസ്രായേലിന് നഷ്ടപ്പെടുന്നത്. ഒരു ടാങ്കിന്റെ വില 33 കോടി രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം യുദ്ധത്തിന്റെ ചെലവ് $270 മില്യൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 270 ഇൻറ്റു ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന്റെ ദിവസങ്ങൾ നിങ്ങൾ കൂട്ടിയാൽ അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ചെലവെന്ന് പറയുന്നത്. ഇങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടം, മറുഭാഗത്ത് ആൾനഷ്ടം, അതുപോലെ തന്നെ ആയുധങ്ങളുടെ സജ്ജീകരണങ്ങൾ നഷ്ടം, ഇതെങ്ങനെ കഴിയുന്നു എന്ന് ഞങ്ങൾ അമ്പരന്ന് പോവുകയാണ്. 10-15 ദിവസം കൊണ്ട് ബന്ദികളെ തൂക്കിപ്പിടിച്ച് ഇസ്രായേലിലേക്ക് വരാം, ടെൽ അവീവിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വീമ്പടിച്ച അബൂജഹലിന്റെ അഭിനവമായ രൂപങ്ങൾ, ആവിഷ്കാരങ്ങളെല്ലാം തളർന്നു തരിപ്പണമാവുകയാണ്. അവരുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അവരുടെ മനസ്സിന്റെ ശക്തി ചോരുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും അവരെ സഹായിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിശ്ചയദാർഢ്യം ഒരു യുദ്ധത്തിന്റെ ആയുധമായ ഒരു ജനത സ്വീകരിച്ചാൽ അവിടെ സമന്വയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അള്ളയും മലക്കുകളും അതുപോലെ തന്നെ വിശ്വാസികളുടെ ഇസ്സത്തുമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് ലോകം മുഴുവൻ ഈ സമൂഹത്തെ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. ആ സമൂഹത്തിന്റെ പ്രത്യേകതകളെല്ലാം നിങ്ങൾക്കറിയാം, അന്വേഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ചില നാമധാരികളായ മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ളവരെല്ലാം ഇസ്രായേലിനെ കൈയൊഴിയുകയാണ്. റഫാ ബോർഡർ നമുക്കറിയാം, 24 മണിക്കൂർ റഫാ ബോർഡർ തുറന്നു കൊടുത്താൽ യഥാർത്ഥത്തിൽ ഗസയിലെ പട്ടിണി മുഴുവൻ മാറും. കാരണം റഫാ ബോർഡർ നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും കാണുന്നത് അവിടുത്തെ ബിൽഡിങ്ങുകളല്ല, കൂട്ടമായി ക്യൂ നിൽക്കുന്ന ഭക്ഷണ ട്രക്കുകളാണ്. അത്രയും ആയിരക്കണക്കിന് ട്രക്കുകൾ റഫയുടെ ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അബ്ദുൽ ഫത്താഹ് സിസി വിചാരിക്കുന്നത് അല്ലാഹുവിനും പ്രവാചകനും അല്ല ഇസ്സത്ത് അമേരിക്കക്കും ഇസ്രായേലിനുമാണെന്ന് വിശ്വസിക്കുകയാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, മുനാഫിഖുകൾ അതറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന, ഇസ്സത്തിന്റെ അടിസ്ഥാനം അല്ലാഹയാണ്, പ്രവാചകനാണ്, വിശ്വാസമാണ്, വിശ്വാസികളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ജനതയെ മതില് കെട്ടി വേർതിരിച്ച് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് ഗൂഢധാരണയാണ്. ബദറിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാവുന്നത് വളരെ ചെറിയ സംഘം വലിയ സംഘത്തെ ആദർശ ഗരിമ കൊണ്ട് അതിജയിച്ച ചരിത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മർദ്ദകരും അതുപോലെ തന്നെ അനീതി ചെയ്യുന്നവരും അക്രമത്തിന് വിരിപ്പൊരുക്കുന്നവരും യഥാർത്ഥത്തിൽ നമുക്കറിയാം അവർക്ക് എമ്പാടും ഗുണപാഠങ്ങൾ അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് മാത്രമല്ല, മർദ്ദിതർക്ക് മാത്രമല്ല, നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് മാത്രമല്ല, മർദ്ദിത ജനതയ്ക്ക് മാത്രമല്ല, ലോകത്തെ മർദ്ദകനും ലോകത്ത് അനീതി ചെയ്യുന്നവനും അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവനും അക്രമത്തെ പരോക്ഷമായോ അതുപോലെ പ്രത്യക്ഷമായോ സഹായിക്കുന്നവനും എമ്പാടും ഗുണപാഠങ്ങൾ അധ്യായമാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിന്റെ ചരിത്രം എന്ന് പറയുന്നത് ദൈവം നേരിട്ടിടപെട്ട, അല്ലാഹ് നേരിട്ടിടപെട്ട, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞ, നീയല്ല യുദ്ധം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രേതങ്ങളോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവി, പ്രിയപ്പെട്ടവരെ, പ്രേതങ്ങളല്ല, വലാകിന്നല്ലാഹ റമ, അല്ലാഹ് എറിഞ്ഞു, അല്ലാഹ് യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് ആവർത്തിക്കുകയാണ് ഈ ഭൂമിയിൽ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഭൂമിയിൽ ആവർത്തിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളുടെ പരിസമാപ്തി എന്താണെന്ന് ചോദിച്ചാൽ നീതി വിജയിക്കും, സത്യവും ധർമ്മവും വിജയിക്കും. പക്ഷെ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിന്റെ അധ്യായം സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പഠിച്ചതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്താണെന്ന്, അതിജീവനത്തിന്റെ ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫ് നമുക്ക് നേടിത്തരുന്നത്. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, പ്രതിസന്ധിയും പ്രയാസങ്ങളും മർദ്ദകൻ അധികാരവും ശക്തിയും ഉണ്ടായാലും ശരി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഇത് കാമു എന്ന ഗുണപാഠമാണ്. ചെറുത്തു നിൽപ്പിന് നിങ്ങൾ സന്നദ്ധരാവുക, എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക, പോരാടാൻ നിങ്ങൾ സന്നദ്ധരാവുക, പ്രക്ഷോഭം നയിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. 2ാമത്തെ നിലപാടെന്താണ്? വക്കാലു, നിങ്ങൾ നിങ്ങളുടെ നിലപാട് വിളിച്ചു പറയണമെന്നാൽ സന്ധിയില്ല, മൗനം പാലിക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്, അതുപോലെ നിഷ്ക്രിയരാവരുത്. വക്കാലു, നിങ്ങൾ വിളിച്ചു പറയുക. അസ്ഹാബുൽ
കഹ്ഫ് വിളിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾ വേറൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കയില്ല. ഞങ്ങളുടെ ഇലാഹ് അല്ലാഹ് മാത്രമാണ്. ഞങ്ങളുടെ ഇലാഹ് അല്ലാഹ് മാത്രമാണ്. അല്ലാഹയല്ലാത്ത ഇലാഹുകളെ കെട്ടിപ്പൊക്കി അധികാര രാഷ്ട്രീയമുണ്ടായ ഒരു നാഗരിക വിപത്തുകളുടെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിൽ എന്ന നിലപാട് ഉറക്കെ പറഞ്ഞു. അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? അവർക്ക് നാടുവിടേണ്ടി വന്നു. 300 കൊല്ലം തങ്ങൾ വിഭാവന ചെയ്യുന്ന ഒരു രാജ്യക്രമം നിലവിൽ വരാൻ വേണ്ടി 300 കൊല്ലം കാവൽ കിടക്കേണ്ടി വന്നു, ഉറങ്ങേണ്ടി വന്നു. 300 കൊല്ലത്തിന് ശേഷമാണ് അസ്ഹാബുൽ കഹ്ഫ് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് അതിജീവിച്ചു വരുന്നത്. നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താ? ഇന്നോ നാളെയോ അടുത്ത ഇലക്ഷനിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഇലക്ഷനിലോ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആത്യന്തികമായി അല്ലാഹു ഇടപെടും, മലക്കുകൾ ഇടപെടും. ആകാശം ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം നിർത്തതായി പോകും. പ്രവാചകനും വിശ്വാസികൾക്കും മാത്രം ഇസ്സത്ത് അവശേഷിക്കുന്ന ഒരു കാലം വരും. അന്ന് ബദർ സംഭവിക്കും. ബദർ സംഭവിച്ചാൽ നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഉരക്കല്ലുകൾ എല്ലാ മൈതാനികളിലും കൂട്ടിയിറക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കും. അവിടെ തീപ്പൊരി പാറുന്നത്, വിജയത്തിന്റെ നാദം മുഴക്കുന്നത്, നീതിയുടെ ശബ്ദം മുഴക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ട ജനതയായിരിക്കും. അവർക്ക് ഭൂമിയുടെ അധികാരം തിരിച്ചു നൽകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. കപടന്മാരായ, പേടിയുള്ള, ഭീരുത്വമുള്ള, നിലപാടില്ലാത്ത മനുഷ്യർക്ക് ഒരിക്കലും നിങ്ങളുടെ ഇസ്സത്തിനെ കുറിച്ചുള്ള സംസാരം മനസ്സിലാവില്ല. അവർ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അബൂ ഉബൈദ, നീ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ ഇവിടെ ഖുദ്സിലേക്ക് വന്നത്, ഇതിന്റെ ചാവി വാങ്ങാൻ വന്നത്, ഇതിന്റെ താക്കോലും അധികാരവും ഏറ്റുവാങ്ങാൻ വന്നത്, അതിന്റെ അടിസ്ഥാനം ഞാനും നീയുമല്ല. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമാണ് നമ്മുടെ അധികാരത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇസ്സത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനതയും, അതുപോലെ ഇസ്സത്തിന്റെ അടിസ്ഥാനം ആണവ ബോംബുകളും അതുപോലെ തന്നെ വൻശക്തികളുടെ പിന്തുണയും ആയുധ ശക്തികളും ഭക്ഷണ പദാർത്ഥങ്ങളുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയും തമ്മിൽ മുഖാമുഖം നേരിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ പശ്ചാത്തലത്തിൽ, ഒരു ലോക ഭൂപടത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ ഉറക്കെ പഠിക്കാനും പറയാനും ഇസ്സത്തിന് അല്ലാഹുവിനും റസൂലിനും അവന്റെ വിശ്വാസികൾക്കും മാത്രമാണ് പ്രതാപം അവശേഷിക്കുക എന്ന ഗുണപാഠം ആവർത്തിച്ചുറക്കെ പകർന്നു നൽകാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ലോകത്ത് അനീതി ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന മർദ്ദകരായ എല്ലാ ഭരണകൂടങ്ങൾക്കുമുള്ള ശക്തമായ താക്കീതിന്റെയും ഗുണപാഠത്തിന്റെയും പാഠമായി ബദർ അവശേഷിക്കുന്ന കാലമുണ്ട്. ആത്യന്തികമായി വർഷങ്ങൾ എത്ര കാത്തുനിന്നാലും ശരി, നിങ്ങൾ അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ താണ്ടാത്ത ഒരു ദിനം ഭൂലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് മർദ്ദകന്റെ എല്ലാ മർദ്ദനകന്റെയും എല്ലാ ഭരണ സംവിധാനങ്ങളും അത്തമിച്ച് അതിന്റെ എല്ലാ വീര്യങ്ങളും ചോർന്നു പോകുകയും അതുപോലെ തന്നെ മർദ്ദിതന്റെ ആയുധങ്ങളും പ്രാർത്ഥനകൾക്കും ലോകത്ത് വലിയ ശക്തിയും പ്രതാപവും കൈവരുന്ന ഒരു നാളേക്ക് വേണ്ടി ബദറിൽ നിന്ന് നമ്മൾ ഊർജം സംഭരിക്കുക, ഊർജം സ്വീകരിക്കുക. ബദറിലെ പ്രാർത്ഥനകൾ നമുക്കറിയാം. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅഅതനി, അല്ലാഹുമ്മ ആതി മാ വഅഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ് ഫിൽ അർള്. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് തരുക. നൂഹിന്റെ പ്രാർത്ഥനയാണ് തൂഫാൻ. അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് പ്രകമ്പനങ്ങളും കൊടുങ്കാറ്റുകളും. ലൂത്ത് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഭൂമി കീഴ്മേൽ മറിഞ്ഞത്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഭൂമിയിൽ വലിയ പ്രകമ്പനം ഉണ്ടായത്. ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് ബദർ എന്ന് പറയുന്നത്. ആതിമാ വഅഅതനി, നീ എനിക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം ഇന്ന് തരണം. കാരണം ഈ സംഘത്തിന്റെ നട്ടെല്ലിന് ക്ഷതമേറ്റുപോയാൽ, ഈ സംഘം പരാജയപ്പെട്ടു പോയാൽ, ഈ സംഘത്തിന്റെ മുഖം കെട്ടുപോയാൽ, ലാ തുഅബദ് ഫിൽ അർള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് അടിയുറച്ചു നിൽക്കാൻ, നട്ടെല്ല് നിവർത്തി നിൽക്കാൻ ഈ ഭൂമിയിൽ ഒരാളും ഉണ്ടാവില്ല റബ്ബേ എന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ നിർബന്ധമാക്കുന്നതിന്റെ ആദ്യ തൊട്ടടുത്ത് അല്ല പറയുന്ന ആയുധമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. സകല ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന അബൂ ഉബൈദ ലോകത്തോട് റമളാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ രക്തം ഞങ്ങളുടെ ചങ്കിലെത്തി കഴിഞ്ഞു, അവസാന പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
മനസ്സിലാവും. പക്ഷേ പ്രിയപ്പെട്ട സഹോദര, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അവസാനത്തെ പോരാട്ടത്തിൽ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. ബദറിലെ ഏറ്റവും വലിയ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ്. കണ്ണീരിൽ കുതുന്ന പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഓരോ ഉരക്കല്ലുകളെയും ഉരച്ച് വൃത്തിയായി വെടിപ്പാക്കി ധാർമ്മികവും അതുപോലെ തന്നെ സാമൂഹികവും വിശ്വാസപരവും മതപരവുമായ എല്ലാ അർത്ഥത്തിലുള്ള ശാക്തിക സംഭരണവും നടത്തി ലോകത്ത് മറ്റൊരു ബദർ എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള സമരത്തിന്റെ കാഹളം മുഴങ്ങാൻ ഏത് സന്ദർഭങ്ങൾ ഉണ്ടായാലും ആ സന്ദർഭത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാനും നിങ്ങളുടെ നിലപാടുകൾ എഴുന്നേറ്റ് സന്ധിയില്ലാതെ പ്രഖ്യാപിക്കാനും കഴിയുന്ന ഒരു കാലമുണ്ട്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമ്മൾക്ക് എമ്പാടും ഗുണപാഠമുള്ള ഒന്നാണ് ബദർ എന്ന് പറയുന്നത്. ആ ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബദരീങ്ങളുടെ ധാർമ്മികവും അതുപോലെ തന്നെ മതപരവും വിശ്വാസപരവുമായ ഗുണഗണങ്ങളെ എല്ലാം ജീവിതത്തിൽ സംഭരിച്ചുകൊണ്ട് അനീതിക്കെതിരെയുള്ള സമര പ്രക്ഷോഭത്തിൽ അതിന് ഊർജ്ജമായി സ്വീകരിക്കാൻ ദൈവം തമ്പുരാൻ ജഗന്നിയന്താവ് ലോകരക്ഷിതാവ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയുള്ള വിജയം ഗസയിലെ ഓരോ മനുഷ്യനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഗസ, അല്ലാഹുമ്മ അൻസുർഹും നസ്റൻ അസീസ, അല്ലാഹുമ്മ അജ്ജിൽ ബിനസ്രിഹിം യാ ഖവിയ്യു യാ ഖഹാർ, അല്ലാഹുമ്മ ഇഹ്ഫദൽ മസ്ജിദൽ അഖ്സ മിൻ ഐദിൽ യഹൂദിൽ ഗാസിബീൻ, അല്ലാഹുമ്മ ഇഹ്ഫദൽ മസ്ജിദൽ അഖ്സ മിൻ ഐദിൽ യഹൂദിൽ മുഹ്തലീൻ, അല്ലാഹുമ്മ അൻഖിദ മൂസ, അല്ലാഹുമ്മ യാ മുൻഖിദ മൂസ മിൻ ഫിറഔൻ വയാ മുൻഖിദ യൂനുസ മിൻ ബത്നിൽ ഹൂദ്, അല്ലാഹുമ്മ അൻഖിദ് ബിലാദൽ മുസ്ലിമീന മിൻ ഐദിൽ യഹൂദിൽ ളാലിമീൻ, അല്ലാഹുമ്മ അൻഖിദ് ബിലാദൽ മുസ്ലിമീന മിൻ ഐദിൽ യഹൂദിൽ ളാലിമീൻ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ തയ്യിബ വഅമലൻ മുതഖബ്ബല വശിഫാഅൻ മിൻ കുല്ലി ദാ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ, അല്ലാഹുമ്മ ദമ്മിർ اليهود وعوانهم، اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين. وسلام على المرسلين والحمد لله رب العالمين.